അമ്മേ വിശക്കുന്നു. അമ്മേ എന്താ അമ്മ ഇന്നൊരു പ്രത്യേകതയൊക്കെ? നീ എന്ന് ക്ഷീണിച്ചല്ലട മോനെ വരുന്നത്. അതുകൊണ്ട് ഇന്ന് നല്ല ഭക്ഷണം ആയിക്കോട്ടെ നീ വിചാരിച്ചു. എന്നാലും മട്ടൻ ബിരിയാണി കഴിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ നമുക്ക് ഉണ്ടോ അമ്മേ? എന്താ അമ്മേ? ചേച്ചി എന്താ? അമ്മ പറയും. എടാ മോനെ, ഇന്നിവിടെ ഒരു സാറ് വന്നിരുന്നു. സാറോ? ആ, സാറൊരു സഹായം ചോദിച്ചു. വെറുതെ വേണ്ടാത്രേ, 50 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലമ്മേ. എടാ, വത്സയുടെ മോളുടെ കൊലപാതകം നീ ഏറ്റെടുത്താ മതി. കേസും കൂട്ടൊന്നും ഇല്ലാണ്ട് സാറ് നോക്കിക്കൊള്ളു. ഏതായാലും അവള് ചത്തു. നിന്റെ കുറെ ഊറ്റിയതല്ലേ അവള്. അത് തിരിച്ചു കിട്ടിയതാണെന്ന് അങ്ങ് കരുതിയാ മതി. ആദ്യം കേട്ടപ്പോ എനിക്ക് കുറച്ച് ദേഷ്യം വന്നു. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ സാറ് കുറച്ച് പൈസ ഇങ്ങ് തന്നു. അപ്പൊ എന്നെ വിറ്റു അല്ലേ അമ്മേ? കൊലച്ചോറാണല്ലേ അമ്മേ? അറക്കാൻ കൊണ്ടുപോകുന്ന പോത്തിന് പിണ്ണാക്ക് കലക്കി കൊടുക്കുന്നത് പോലെ ആയല്ലോ അമ്മേ. ഇവനോട് ഇതൊന്നും കാര്യമാക്കണ്ട. നിന്റെ അളിയനെ രാവിലെയും കൂടി ഇവിടെ വന്നിരുന്നു. അവസാനം ഉണ്ടായിരുന്നതും കൂടെ ഞാൻ നിനക്ക് ഊരി തന്നതല്ലേ. നല്ല പ്രായത്തിലെ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം. നിങ്ങളത് പറയും, ഞാനവിടെ എന്റെ മനസ്സിൽ പോലും ഒന്നും നുള്ളിയിട്ടില്ല. ഓ, സീരിയൽ ഡയലോഗ് പറയാതെ സീരിയസ് ആയിട്ട് ചിന്തിക്ക്. മുറ്റത്ത് വന്ന മഹാലക്ഷ്മിയെ തൂത്തെറിയരുത്. 1-2 രൂപയല്ല, 50 ലക്ഷമാ. പോരാത്തതിന് അവര് കേസിന്ന് ഊരിത്തരും. സമ്മതിക്കുമോനെ. മതി, നിർത്ത്. നിങ്ങളൊക്കെ മനുഷ്യരാണോ അമ്മേ? പട്ടിയൊട്ട് തിന്നയില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കയില്ല. അതാ നിന്റെ അവസ്ഥ. എനിക്ക് എന്റെ സ്വർണം കിട്ടണം. ഇവള് പറഞ്ഞ ശരിയല്ലടാ. ഉണ്ടാക്കിയത് മുഴുവൻ മത്സരം മോള് കൊണ്ട് തിന്ന്. ഇപ്പൊ ദൈവമായിട്ട് അതിനൊരു വഴി കാണിച്ചു തന്ന്. അങ്ങനെ മനസ്സിലാക്കിയാ മതി. പുറത്തോട്ട് അവൻ ചാടുന്നതോ. ഇവിടെ ഒന്നും അടിച്ചില്ലല്ലോ. നാളെ അടിച്ചു തരാം. അവിടെ മൊത്തം പാണി. നേപ്പാളി, ബംഗാളി, എരപ്പാളി. അസ്സലാമലൈക്കും. ആരായി ബാലചന്ദ്രൻ? ബാലൻ അല്ലേ? കേറ്. തനിക്ക് നല്ല ബന്ധമുള്ള പത്രക്കാരെ വിളിച്ച് ഒരു ട്രീറ്റ് കൊടുക്കുക. ചാനലുകാരെ കൂടുതലായി അപ്രോച്ച് ചെയ്യുക. മൊത്തത്തിൽ ഒന്ന് കൊഴിപ്പിക്കണം. കുട്ടിപ്പത്രക്കാരനെയും ലോക്കൽ ചാനലുകാരനെയും ഒക്കെ വിളിച്ചോ. മലനാടൻ മലയാളി, നിർമ്മ ന്യൂസ് തുടങ്ങിയ എല്ലാവരെയും വിളിച്ചോ. ശരി ശരി, താൻ ചെല്ല്. ഹലോ, തനിക്ക് ഞാൻ എക്സ്ക്ലൂസീവ് തരുന്നില്ല എന്ന പരാതി തീരുന്നു. ഒരാഴ്ച ലൈവിനുള്ള സാധ്യതയുണ്ട്. നിഷാവധം. ശരി, വൈകിട്ട് ക്ലബിൽ കാണാം. ഓക്കെ, ബൈ. എടാ ബാല, ഈ താളെ ഒന്ന് കുളിക്കാൻ സമ്മതിക്കില്ലേ? ബാല ആരാ? മതി ബാല കുളിച്ചത്. ഇറങ്ങി വാ. ഇറങ്ങി വേടാ. നിങ്ങൾക്ക് ഇങ്ങനെ അറിയാൻ ചെയ്തിട്ടില്ലാന്ന് ഒന്നുമില്ല ബാല. സ്റ്റേഷൻ വരെ ഒന്ന് പോയി. അയ്യോ, എന്റെ മോനെ കൊണ്ടുപോയത്. എന്റെ മോനൊരു തെറ്റും ചെയ്തിട്ടില്ല. ബാലചന്ദ്രന്റെ ഫിംഗർ പ്രിന്റ് അല്ല തൊണ്ടി മുതലായ കമ്പിയിൽ കണ്ടത്. മറ്റാരുടേതോ ആണ്. സ്ഥിരം ക്രിമിനൽസിന്റേതായ മാച്ചും അല്ല. അത് ശരി, പക്ഷേ ഈ ഒരു തെളിവൂടെ കിട്ടിയിരുന്നെങ്കിൽ ആ നായന്റെ മറ്റേ ശവപ്പെട്ടിയിൽ ആണി അടിക്കായിരുന്നു. സോറി സാർ, ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അല്ല, എസ് പിക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ള കേസായിരുന്നു. പിന്നെ ചില പൊളിറ്റിക്കൽ. സോറി സാർ, ഇറങ്ങുമല്ലേ? ശരി. അയാൾ അടുക്കുന്നില്ല അല്ലേ? ഇല്ല സാർ, അയാൾ വളരെ ഹാർഷായിട്ടാണ് സംസാരിച്ചത്. ഹലോ സാർ. ഓക്കെ, കാര്യങ്ങളൊക്കെ പോസിറ്റീവായി നീങ്ങുന്നുണ്ട് സാർ. പക്ഷേ ഫിംഗർ പ്രിന്റ് ബ്യൂറോ റിപ്പോർട്ടിൽ ഒരു പ്രശ്നമുണ്ട്. ബാലന്റെ ഫിംഗർ പ്രിന്റ് അല്ല കമ്പിയിൽ.
ഞങ്ങൾ അവനെ കൊണ്ട് സമ്മതിപ്പിക്കും. സാറ് ധൈര്യമായിരിക്കും. നിനക്ക് വല്ല കയ്യബദ്ധം പറ്റിയാണ് ഞങ്ങൾ സമ്മതിക്കേ. വെറുതെ എന്തിനാ അവരുടെ ഇടികൊള്ളുന്നേ? ഞാനല്ല സാറേ ചെയ്തേ. സത്യം പറയടാ. ഞാനല്ല സാറേ. നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. നീ പറയും. നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. ഞാനല്ല കൊന്നത്. എന്നെ ഒന്നും ചെയ്യല്ലേ. എന്നെ ഒന്നും ചെയ്യല്ലേ. എന്നെ കൊല്ലല്ലേ സാറേ. ഹരി സാറേ, മതി മതി. ഇനി ഇടിച്ച അവൻ ചത്തുപോകും സാറേ. മാറി നിൽക്കണം അങ്ങോട്ട്. എന്നെ ഒന്നും ചെയ്യല്ലേ സാറേ. അമ്മേ. എന്താണ് ഇവിടെ ഒരു ആൾക്കൂട്ടം? സാർ, ഇത് ബാലന്റെ ബന്ധുക്കളാ. സാറേ, ഞാൻ അവൻ്റെ അമ്മാവനാ. ജാമ്യത്തിലെടുക്കാൻ വന്നതാ. FIR ഇട്ടില്ല, അതിനു മുമ്പ് അവന്റെ ജാമ്യം. അല്ല സാറേ, അവന് കഞ്ഞിയോ കാപ്പിയോ വല്ലതും കൊടുക്കണമെങ്കിൽ. ഡോ, അവന് വല്ലതും കൊടുത്തായിരുന്നോ? കൊടുത്തു സാർ. എടോ, അതിനൊക്കെ ഇവിടെ പോലീസുകാരുണ്ട്, അവര് ചെയ്തോളൂ. ഇക്കാര്യം പറഞ്ഞ് ഒറ്റ ഒരുത്തൻ ഇങ്ങോട്ട് വന്നേക്കരുത്. കോടതിയിൽ ഹാജരാക്കും. താനേ അപ്പ കണ്ടാ മതി. സാറേ. എന്താടോ? സാറേ, വരട്ടിയപ്പോ ഞാനൊന്ന് മുള്ളിപ്പോയി. അതിന് വല്ല കേസും ഉണ്ടോ സാർ? ഒന്ന് പോട വിടുന്നു. എടാ ബാല, നിന്നോട് ഞാൻ മര്യാദയ്ക്ക് പറയാം. അതല്ല അഭ്യാസം ഇറക്കാനാണ് നിന്റെ പ്ലാനെങ്കിൽ നീ അനുഭവിക്കും. സാറേ, ഞാൻ പറഞ്ഞില്ലേ സാറേ, ഞാനല്ല. എനിക്കൊന്നും അറിയില്ല. മസിൽ പിടിക്കുന്നോടാ. മതി സാറേ മതി. ബാക്കി SP സാർ വന്നിട്ട് ചോദിച്ചോളൂ. ഇറങ്ങി പോടാ അവിടുന്ന്. നീ പോലീസുകാരെ കയ്യൊക്കെ പിടിക്കടാ. സാറേ, SP സാർ വന്നിട്ടുണ്ട്. അവനെ അങ്ങ് കൊണ്ടുചെല്ലാൻ പറഞ്ഞു. ശരി ശരി. SP സാർ ഇയാളെ കൊണ്ടെല്ലാം പറഞ്ഞു. കൊണ്ടുപോടാ. നടക്കണം അങ്ങോട്ട്. പറയടാ. സാർ, എന്തിനാ സാർ ഇതൊക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവുന്നില്ല അല്ലേടാ? ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലടാ. നിഷയെ കൊന്നത് എന്തിനാണെന്ന്. ഞാനല്ല സാർ. ഞാൻ ആരെയും കൊന്നിട്ടില്ല സാർ. ബാല, ബാല, എടാ ബാല, ഇതാ നോക്ക്. സാറേ, ഈ കൊള്ളരാത്തവൻ തന്നെയാണ് ആ പെങ്കൊച്ചിനെ കൊന്നത്. ഞാൻ കണ്ടതാണ് സാറേ. ഇവൻ അന്ന് എന്റെ വണ്ടിയിൽ കമ്പിപ്പാരായിട്ട് കയറണേ കണ്ടാണ് സാറേ. ആ ഇപ്പൊ എന്ത് തോന്നുന്നു? ഇവനാ വണ്ടി കയറിയപ്പില്ലേ അവളെ കൊല്ലും കൊല്ലൂന്ന് പറയണ്ടായി സാറേ. ഇതുകൂടെ ആവുമ്പോ ബാലൻ ഒന്നും മിണ്ടില്ല. മറ്റവനെ വിളിക്ക്. അവ ரொம்ப പാവം സാർ. വിട്ടിടുങ്കോ സാർ. പാവമാണോ അല്ലെന്നൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. മാറിക്കിടേ കൊണ്ട്. സാർ, വണക്കം സാർ. ഇപ്പൊ എന്ത് പറയുന്നു? കഴിഞ്ഞില്ല. അവരെ വിളിക്കും. മോള് വീട്ടിൽ വന്ന് പറഞ്ഞത് നിഷയുടെ അടുത്ത് ബാലൻ ഗംഭീരമായി നിൽക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞു. മോൾ എന്താ കണ്ടെന്നാ സാറിനോടൊന്ന് പറഞ്ഞു. ഈ നിൽക്കുന്ന മാമൻ കയ്യിൽ കമ്പിയുമായി പിടിച്ചു നിന്നിട്ട് നിഷ ചേച്ചിയുമായി വഴക്ക് പിടിക്കുന്നതാണ് ഞാൻ കണ്ടത്. ഇപ്പൊ എങ്ങനെയുണ്ട് ബാല? സാർ, എനിക്കൊന്നും അറിയില്ല സാർ. ഞാനല്ല സാർ അത് ചെയ്തത്. ബാല, എനിക്കറിയാം നീ അല്ല. അത് നിനക്കും അറിയാം. പക്ഷേ നീയാണത് ചെയ്തത്. അങ്ങനെ പറ്റൂ. മറ്റുള്ളവർ അങ്ങനെയേ അറിയൂ. അവനെ ഇറക്കടോ. ഇറങ്ങി വേണം. അങ്ങോട്ട് ഇറങ്ങടാ. ബലം പിടിക്കാതെ നടക്കടാ. നടക്കടാ അങ്ങോട്ട്. സാർ, സാർ, എന്താടോ? SHO വഴി ലീവിന് അപേക്ഷ കൊടുത്തിരുന്നു. എടോ, തന്റെ മോളുടെ പേരല്ലേ സാർ? അതവിടെ ഡോക്ടർ നേഴ്സ് എടുത്തോളൂ. താനല്ലല്ലോ പേരെടുക്കുന്നേ. ചെന്നവന്റെ കഞ്ഞിവെള്ള പാത്തി നോക്കി 4 ചളു കൊടുക്കടോ. എനിക്ക് വയ്യ സാറേ. മനുഷ്യൻ്റെ ചങ്കും നാവിയും ഇടിച്ചു കലക്കാൻ ഒരു പോലീസ് മാനിഫെസ്റ്റോയിലും പറയുന്നില്ല. മാത്രമല്ല, പെൻഷൻ കഴിഞ്ഞാലും എനിക്ക് ജീവിക്കണം. പാവങ്ങളുടെ ബ്രാക്ക് വാങ്ങി എനിക്ക് ജീവിക്കണ്ട. ചുമ്മാതല്ലടോ തന്നെ സാധു പോലീസ് എന്ന് വിളിക്കുന്നേ.
ഓരോരുത്തന്മാർ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിക്കോളും. ബാക്കിയുള്ള എന്താടാ ഒരു ബഹളം? ആരാ എന്തിനാണ് ചവിട്ടിയെ? സാർ 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 ഇപ്പൊ കൊണ്ടുവന്ന റഹീം സെല്ലിലുള്ള ആളെ മർദ്ദിക്കുന്നു. പിടിച്ചു മാറ്റട്ടെ സാർ. ആ റഹീം ക്രൂരനാണ് സാർ. എടോ സാധു, എടോ സാധു സാധു എടോ, താനിന്ന് രാവിലെ മുതൽ ലീവാ. താൻ എന്നെ ക്വാർട്ടേഴ്സിലാക്കിയിട്ട് പൊയ്ക്കോ. സാർ ഓക്കെ സാർ. എന്തൊരു ശക്തിയാടാ നിനക്ക്. എന്നിട്ട് നീ എന്തിനാടാ പെണ്ണിന്റെ മറ്റോടത്ത് കമ്പി കുത്തി കയറ്റിയത്? പറ, അവളെങ്ങനെ പെടഞ്ഞപ്പോ അവിടെ അവസാനത്തേക്കുള്ള അതെങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കറിയില്ല, ഞാൻ ആരെ കൊന്നിട്ടില്ല. പറ. എടാ, കൊല്ലുമ്പോ ആസ്വദിച്ചു കൊല്ലണം. അവസാനത്തെ ശ്വാസം പോകുമ്പോ ദേ തൊണ്ട കുഴിയുന്ന ഒരു കിളി വരും. അത് കേൾക്കുമ്പോ എന്താ ഒരു സുഖം. ഞാനീടെ രണ്ടെണ്ണത്തിന് തട്ടി, ഭാര്യയും ഭർത്താവും. ഒടുക്കത്ത ഉപദേശമായിരുന്നു തള്ള. കാര്യം അവരെനിക്ക് ഒത്തിരി ചോറ് തന്നിട്ടുള്ളതാ. രണ്ടിനെയും കസേര കൊണ്ട് അടിച്ചു കൊന്നു. പോരാത്തതിന് വായിൽ കറണ്ട് കമ്പി കുത്തിക്കയറ്റി. എടാ, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. കേട്ടിട്ടില്ലേ പഴയ പിള്ള രംഗമാരെ പോലെ? അതെടാ മച്ചു, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഇവിടുന്ന് നമുക്ക് ചാടാടാ. അതിനുള്ള മാർഗം ഞാൻ കണ്ടിട്ടുണ്ട്. ആലോചിക്കണം മച്ചു. എനിക്ക് ജയിലിൽ ചാടണ്ട, ഞാൻ ആരെ കൊന്നിട്ടില്ല. എടാ, നിന്നെ തട്ടിക്കളയാനാ എന്നെ ഇവിടെ കയറ്റിയത്. എല്ലാം ആ DYSPയുടെ പ്ലാനാ. പക്ഷെ നീ എനിക്ക് പറ്റിയ കൂട്ടാന്നാ തോന്നുന്നു. എന്തു പറയുന്നു? വേണ്ട, എനിക്ക് ജയിലിൽ ചാടണ്ട, ഞാൻ ആരെ കൊന്നിട്ടില്ല. നീ ആരെയും കൊന്നിട്ടില്ല? എങ്കിൽ പിന്നെ എങ്ങനെയാടാ നീ ഇതിനുള്ളിൽ എത്തിച്ചേർന്നത്?